ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. സിവിൽ എഞ്ചിനീയറിംഗ് ജോബ് ആസ്പിറൻസിന്, പ്രത്യേകിച്ച് ഡിപ്ലോമ ബിടെക് കഴിഞ്ഞവർക്ക് വളരെ മികച്ച അവസരങ്ങൾ തന്നെയാണ് നമുക്ക് മുമ്പിലുള്ളത്. അതായത് കേരള PSC ഒട്ടനവധി പോസ്റ്റുകളാണ് നമുക്ക് അടുപ്പിച്ച് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നത്. അതുപോലെ ITI കഴിഞ്ഞവർക്കും ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്തായാലും ബേസിക്കലി സിവിൽ കംപ്ലീറ്റ് ആക്കിയവർക്ക് ഒത്തിരി എക്സാമുകളാണ് ഒരുമിച്ച് വരുന്നത്. അതായത് നല്ല രീതിയിൽ ബൾക്കായിട്ട് അഡ്വൈസുകൾ പൊക്കോണ്ടിരുന്ന ഒട്ടനവധി പോസ്റ്റുകൾ വീണ്ടും വിളിക്കുകയാണ്. അപ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിനെ പറ്റിയാണ് ഞാൻ ഇന്ന് അനൗൺസ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1, അതുപോലെ ഓവർസിയർ ഗ്രേഡ് 1 PWD ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, അതുപോലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും, ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്കൂടെ ഒരുമിച്ചാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഗ്രേഡ് 1 ഓവർസിയർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്മാൻ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഈ 31-ാം തീയതി, അതായത് ഡിസംബർ 31-ാം തീയതി നമുക്ക് വരുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ പുറത്ത് വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ജോലി ലഭിക്കാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ വേക്കൻസീസ് ഉള്ള ഒരു പോസ്റ്റാണ് ഇതെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് കംപ്ലീറ്റ് ആക്കിയവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഹയറായിട്ടും ഇക്വലൻറ്റും വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിപ്ലോമക്കാർക്കും ബിടെക്കാർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് നമുക്കിപ്പം നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന ഈ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 എന്ന് പറയുന്നത്. അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് എന്താണ്? 26,500 മുതൽ 56,700 വരെയുള്ളൊരു സ്കെയിൽ ഓഫ് പേ ആണ്. കുഴപ്പമില്ലാത്തൊരു സ്കെയിൽ ഓഫ് പേ ആണ്. എത്രയായാലും ഗവൺമെൻറ് ജോബാണ്, നമുക്കറിയാം. ഒരു എന്താണ്, ആ ഒരു ഗവൺമെൻറ് ജോബിൻ്റെ സെക്യൂരിറ്റിയും കാര്യങ്ങളും നമുക്കറിയാം. അപ്പോൾ ഈ ഒരു സാലറി എന്നൊക്കെ പറയുന്നത് നല്ലൊരു സാലറിയാണ്. പിന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻ സാധ്യതകൾ ആവാനുള്ള സാധ്യതകളൊക്കെ അങ്ങോട്ട് മുന്നോട്ട് കിടക്കുകയുമാണ്. എന്തായാലും ഏജ് ലിമിറ്റ് 18 മുതൽ 40 വരെയാണ്. 3 to 5 ഇയേഴ്സ് ഏജ് റിലാക്സേഷൻ ഉണ്ട്. റിസർവേഷൻ കാറ്റഗറിയൊക്കെ അനുസരിച്ച് 3 to 5 ഇയർ ഏജ് റിലാക്സേഷനും ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. അപ്പോൾ ഇതാണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. അടുത്ത ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ്. അപ്പം DOE ഡേറ്റ് ഓഫ് എഫക്റ്റ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2/11/2022 2/11/2022. അപ്പം നമുക്കറിയാം, ഒരു 3 വർഷത്തിന് ഇപ്പുറം അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ്. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, PSC ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, PSC ഇപ്പം എക്സാംസ് പെട്ടെന്ന് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിന് ആൾക്കാരെ എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, എക്സാമുകളൊക്കെ പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അത് നമുക്ക് നല്ലതാണ്. അവസരങ്ങൾ കൂടി ഇരിക്കും അല്ലേ. പണ്ട് 5-6 വർഷം കഴിഞ്ഞ് എക്സാം വിളിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ ഒരു 2 വർഷം 3 വർഷത്തിനുള്ളിൽ അടുത്ത എക്സാം വരികയാണ്. അത് നമുക്ക് എപ്പോഴും അവസരങ്ങൾ കിട്ടുന്നൊരു കാര്യമാണ്. അപ്പം ഇതിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യമാണത്. കട്ട് ഓഫ് മാർക്ക് നോക്കിക്കുക, 85.33. വളരെ വലിയൊരു കട്ട് ഓഫ് മാർക്കാണ് വന്നിരുന്നത്. ഉറപ്പായിട്ടും ആ എക്സാം അതുപോലെ എളുപ്പമായതുകൊണ്ടായിരിക്കും. ഇതിപ്പോൾ ഡിപ്ലോമ ലെവൽ എക്സാമാണ്. ഒരു ഡിപ്ലോമ ലെവൽ എക്സാമോ അല്ലെ അതിലും കുറച്ചുകൂടി ഈസി ആയിട്ടൊരു എക്സാം ചോദിച്ചുകൊണ്ടാവാം ഇത്ര വലിയൊരു കട്ട് ഓഫ് മാർക്ക് നമുക്കവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ കട്ട് ഓഫ് കാണുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. ഓരോ എക്സാമും ഓരോ രീതിയിലായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ടഫായിട്ട് ചോദിച്ചാൽ ചിലപ്പോൾ ഈ ഒരു കട്ട് ഓഫ് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഇതിലും കുറവ് കട്ട് ഓഫ് ഒക്കെ ആയിരിക്കും നമുക്കവിടെ വരുന്നത്. എന്തായാലും നല്ല രീതിയിൽ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യേണ്ടിയിരിക്കുന്നു. ഏത് എക്സാം ആയാലും അത് കുറച്ച് ടഫാകും എന്നുള്ളൊരു സൈഡിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ നമുക്കതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു ഗ്രേഡ് 1 ലെവൽ എക്സാം ആകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു A ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു ലെവലെങ്കിലും നിന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്താലേ നമുക്കവിടെ അഡ്വാൻറ്റേജ് ഉണ്ടാവത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുമെന്നൊന്നും വിചാരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ എക്സാമുകളെ ഓരോ രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ടോട്ടൽ അഡ്വൈസ് 235 അഡ്വൈസാണ് പോയിരിക്കുന്നത്. 597 പേരുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നും 235 അഡ്വൈസാണ് പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ 235 അഡ്വൈസ് എന്നൊക്കെ പറയുന്നത് വളരെ മികച്ച ഒരു നമ്പറാണ്. ഓക്കെ, സിവിൽ കഴിഞ്ഞവർക്ക് വളരെ നല്ലൊരു അവസരമാണ് ഇതെന്നുള്ളത് നമുക്ക് ഈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ വിളിച്ചിട്ടുള്ള LSCDയിലേക്കും എന്ത് പോയിട്ടുണ്ട്, നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതും ഏകദേശം 300 അഡ്വൈസൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്താൽ, ഒരേ സിലബസിൽ ഒരു എക്സാമിന് നമുക്ക് പ്രിപ്പയർ ചെയ്താൽ എന്തോരം അവസരങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരുന്നതെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് നമ്മൾ ഈ പറഞ്ഞ തന്നെയുള്ളൂ. ടോട്ടൽ അഡ്വൈസ് പോയേക്കുന്നത് 235 ഏതൊക്കെ റാങ്കുകൾ വരെ ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ടോ, ഓരോ കാറ്റഗറിയിൽ ഏതൊക്കെ റാങ്കുകൾ ഒരു അഡ്വൈസ് പോയിട്ടുണ്ടെന്നുള്ളത് കാണിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് റിലവൻ്റ് അല്ല, അത് പോട്ടെ. അടുത്തതായിട്ട് നമുക്ക് ഈ എക്സാമുകൾക്ക്, അതായത് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1
അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 1, PWD ഇറിഗേഷൻ, അതുപോലെ LSGD, ഈ 3 എക്സാമുകൾക്കും നിങ്ങൾക്ക് നമ്മളൊരു ലൈവ് വെബിനാർ കണ്ടക്ട് ചെയ്യുകയാണ്. മറ്റൊന്നുമല്ല, അതിൽ എന്ത് സിലബസ് ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ലാസ്റ്റ് എക്സാമിന് നമ്മൾ ഏത് സിലബസ് വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്തത്, അല്ലെങ്കിൽ ഒരു എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയായിരുന്നു, എന്തുമാത്രം ടഫ്നെസ് ആയിരുന്നു ഉണ്ടായത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതും, അതുപോലെ എന്തെങ്കിലും സ്റ്റഡി സ്ട്രാറ്റജി, ഈ ഒരു പർട്ടിക്കുലർ എക്സാമിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും സ്റ്റഡി സ്ട്രാറ്റജി ഉണ്ടാക്കണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ എക്സാമുകളായിട്ട് ക്ലബ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ, ഒത്തിരി എക്സാമുകളായിട്ട് നമുക്ക് ക്ലബ് ചെയ്ത് നമുക്കിത് പഠിക്കാൻ പറ്റും ആക്ച്വലി. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്ത് സ്റ്റഡി സ്ട്രാറ്റജി വേണോ അവിടെ നമ്മൾ എടുക്കേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ പറയുന്നത്. അതുപോലെ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ലൈവ് വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അനൗൺസ് ചെയ്യാം. അത് നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കിന് നമ്മളത് ഫൈനലാക്കിയിട്ട് നമ്മൾ ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം എന്ത് ചെയ്യുക, നമ്മുടെ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഇതുപോലെ ഇതിൻ്റെ ക്ലാസ്സുകളും നമ്മൾ എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓൺലൈൻ ബാച്ചും ഉണ്ട്, നമുക്ക് ഓഫ്ലൈൻ ബാച്ചും ഉണ്ട്. അടൂർ സെൻറ്ററിൽ നമുക്ക് ഓഫ്ലൈൻ ബാച്ചുകൾ നമ്മൾ ഓവർസിയറിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പം ഈ ലൊക്കാലിറ്റിയിലൊക്കെ വന്നിട്ട് പോകാവുന്നവർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ക്ലാസ്സുകൾ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് എന്താണ്, ലൈവ് ക്ലാസ്സുകളായിട്ട് തന്നെയായിരിക്കും ഇത് പോകുന്നത്. നമ്മുടെ ലൈവ് പ്രീമിയം ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ലൈവ് ക്ലാസ്സുകളായിരിക്കും അവിടെ ഉള്ളത്. ലൈവ് പ്ലസ് നമുക്കവിടെ ആ സെയിം ക്ലാസ്സുകളുടെ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് വർക്കിംഗ് ആയിട്ടുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ മിസ്സായാലും നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ സ്റ്റഡി നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് PDF കിട്ടുന്നതായിരിക്കും. ക്ലാസ് ടെസ്റ്റുകളും ടോപ്പിക് ടെസ്റ്റുകളും മോഡൽ ടെസ്റ്റുകളും ഒക്കെ വീണ്ടും റിപ്പീറ്റഡായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി നിങ്ങൾക്ക് ആ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈൻ ക്ലാസ്സും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ കോഴ്സിനെ പറ്റിയൊക്കെ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോസ്റ്റിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള എല്ലാ എക്സാംസിലും നമ്മുടെ സ്റ്റുഡൻസിന് ടോപ്പ് റാങ്കുകൾ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വളരെ സന്തോഷം ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ഒരു ക്ലാസ് നിങ്ങൾക്ക് തരുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഒരു അപ്രോച്ച്. നിങ്ങൾക്ക് ടോപ്പ് റാങ്കുകളിൽ എത്താനുള്ള രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും. അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഓരോ ക്ലാസ്സുകൾക്കും കൊടുത്തിട്ടായിരിക്കും നമ്മൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു A-ലെവൽ എക്സാമിലാണെങ്കിൽ A-ലെവൽ എക്സാം എത്രമാത്രം ഡീപ്പായിട്ട് എടുക്കണം ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ കണ്ടന്റ് തരുന്നത്. അതുപോലെ ഒരു ഓവർസിയർ ലെവൽ എക്സാമുകൾക്ക് നമുക്ക് എന്ത് ഒരു അപ്രോച്ചാണോ വേണ്ടത്, അതിനെ ആ രീതിയിലൊരു അപ്രോച്ച് കൊടുത്തിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളെ ടോപ്പ് റാങ്കിൽ എത്തിക്കാനുള്ള എല്ലാ കണ്ടന്റുകളും നമ്മളിവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്, നോട്ടിഫിക്കേഷനൊക്കെ വരുന്നുണ്ട്, കുറേ എക്സാമുകൾ വരുന്നുണ്ട്. ഓവർസിയർ ലെവൽ എക്സാമുകളായാലും ഗ്രേഡ് 3, ഗ്രേഡ് 2, ഗ്രേഡ് 1, അതുപോലെ A-ലെവൽ എക്സാമുകൾ വരെയുള്ള ഒട്ടനവധി എക്സാമുകളുടെ ഒരു പരമ്പര തന്നെയാണ് സിവിൽ സ്റ്റുഡൻസിന്, അല്ലെങ്കിൽ സിവിൽ ജോബ് ആസ്പിറൻസിന് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അപ്പം കുറച്ചൊന്ന് സീരിയസ് ആയിട്ടിരിക്കുക. ഏതൊക്കെ എക്സാമുകളാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെ നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ പറ്റുമെന്നൊക്കെ ഒന്ന് നോക്കുക. വളരെ നല്ല ബൾക്ക് വേക്കൻസീസാണ് എല്ലാത്തിലും ഉള്ളത്. അതുകൊണ്ട് ഈ ഒരു അവസരങ്ങൾ നിങ്ങൾ വളരെ മികച്ച രീതിയിൽ ഉപയോഗിക്കുക. നിങ്ങൾ ഈ അവസരം മിസ്സാക്കരുത്. ഒരു ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്കറിയാം, വളരെ ചെറിയ കാര്യമൊന്നുമല്ല. അത്രമാത്രം ജോബ് സെക്യൂരിറ്റി ഉള്ള, അത്യാവശ്യം നല്ല ഒരു സാലറി പാക്കേജുകളുമുള്ള, വലിയ കുഴപ്പമില്ലാത്ത ഒരു റെപ്യൂട്ടേഷനൊക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ നല്ലൊരു ജോബാണ് അല്ലേ ഒരു ഗവൺമെൻറ് ജോബ്. AE പോലുള്ള, അല്ലെ ഓവർസിയർ പോലുള്ള എക്സാമുകൾ, അപ്പം അല്ലെ പോസ്റ്റുകൾ. അപ്പം അതിലേക്കുള്ള എക്സാമുകൾ എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നമ്മൾ ഉറപ്പായിട്ടും ഒന്ന് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്കൊരു ജോലിയിൽ കയറാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് ഞാൻ ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.